നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ബി.ജെ.പി. സംസ്ഥാന വക്താവ് പാലോട് സന്തോഷാണ്. ബി.ജെ.പി. ഇത്തവണ അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമത്തിലാണ്. എന്തൊക്കെയാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ചെയ്യുന്നത്, ബി.ജെ.പിയുമായി സംബന്ധിച്ച വിഷയങ്ങളും മറ്റ് സമകാലീന വിഷയങ്ങളും എല്ലാം നമുക്ക് സന്തോഷിനോട് ചോദിച്ചറിയാം. നമസ്തേ. 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 പിന്നെ ബി.ജെ.പി. ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം ബി.ജെ.പിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് ബി.ജെ.പിയുടെ അവകാശവാദം. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? കേരളത്തിലെ ഒരു പുതിയ അധ്യായം കുറിക്കുന്ന തെരഞ്ഞെടുപ്പാണത്. ഒരു മൂന്നാം ബദൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ രണ്ട് മുന്നണികളും, ഐക്യജനാധിപത്യ മുന്നണി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. എന്നാൽ ഇപ്പോൾ NDA എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ മാറി മാറി കേരളത്തിൽ അധികാരത്തിൽ വരുന്ന UDF, LDF-ഉം അവരൊരു ജനകീയ ജനാധിപത്യ സംവിധാനത്തിലൂടെയല്ല പ്രവർത്തിക്കുന്നതെന്നും അധികാരത്തിന് വേണ്ടിയിട്ട് അഴിമതി നടത്തുന്നതിനും വേണ്ടിയിട്ട് രണ്ട് കൂട്ടരും എന്താ പറയുക മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ യഥാവിധി നടപ്പിലാക്കുക ഇവിടെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അതെല്ലാം വകമാറ്റി ചെലവാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ മനസ്സിലാക്കി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല മുന്നണികളിൽ നിന്നും മാറി BJP-യിലേക്ക് വന്നതിൻ്റെ കാരണം രാജ്യം ഒരു സുരക്ഷിതമാണെന്നും രാജ്യം വികസനത്തിൻ്റെ ഭാഗമാണെന്നും രാജ്യം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണെന്നും മനസ്സിലാക്കുന്ന ഒരു പൊളിറ്റിക്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ട് കേരളത്തിൽ കൂടുതൽ വരുന്നില്ല എന്ന് വെച്ചാൽ, തമിഴ്നാട്ടിൽ കൂടുതൽ വരുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇവിടെ ന്യൂനപക്ഷങ്ങളെ അതുപോലെ ഭൂരിപക്ഷത്തെയും പല രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. ഇപ്പം ന്യൂനപക്ഷങ്ങളോട് പറയും BJP ഭയങ്കരമായ ശത്രുതയുള്ള ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയാണ്. ഇവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാന വിഷയം. കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ ഏതെങ്കിലും ഒരു നിയമമോ ബില്ലോ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്കോ ദളിതുകൾക്കോ ഏതെങ്കിലും ഒരു മതവിഭാഗങ്ങൾക്കോ എതിരല്ല. രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ആരായാലും അവർ അംഗീകരിക്കും. അതിന് വിരുദ്ധരായാൽ നായരായാലും ശരി, നമ്പൂതിരിയായാലും ശരി, ക്രിസ്ത്യാനിയായാലും ശരി, മുസ്ലിം ആരായാലും ശരി, അവർ രാജ്യവിരുദ്ധരാണ്. ഇപ്പൊ മുത്തലാഖ് നിയമം കൊണ്ടുവന്നു. ആർക്കാ ഗുണം വന്നത്? മുസ്ലിം. അതുപോലും ആദ്യം പ്രശ്നമൊക്കെ അതെ. പൗരത്വ നിയമം കൊണ്ടുവന്നു. പൗരത്വ നിയമം കൊണ്ടുവന്നപ്പോ എന്താ പറയുന്നത്? മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു എന്നാണ്. ഒരൊറ്റ മുസ്ലിം പുറത്ത് പോയിട്ടില്ല. ഒറ്റ മുസ്ലിം അല്ല. അവിടെ എന്താ പൗരത്വ ബില്ല് വന്നപ്പോ, നിയമം വന്നപ്പോ എന്താ പറഞ്ഞത്? രാജ്യത്തിന്റെ വിരുദ്ധതകൾ ആരാണോ അവർ രാജ്യത്തിന്റെ വിരുദ്ധരാണ്, രാജ്യദ്രോഹികളാണ്. അത് മുസ്ലിം ആരൊന്നുമില്ല. പക്ഷെ ഈ നിയമം ന്യൂനപക്ഷ വിരുദ്ധതയാണ് എന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യകത ആർക്കുണ്ട്? കോൺഗ്രസിനും CPM-നും. അതിൽ രണ്ടും ഒരുമിച്ചാകുന്നത്. ഇവിടെ ഒരുപാട് സെമിനാറുകൾ നടത്തി, യോഗങ്ങൾ നടത്തി, മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ പോകുന്നു. ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിൽപ്പെടുന്ന ഒരാർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ക്രിസ്ത്യാനികൾക്ക് അവർക്ക് വേണ്ടിയിട്ട് നിയമം കൊണ്ടുവന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ കോമണായി ചിന്തിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തിനകത്തുള്ള ഒരു മനുഷ്യനെ പോലും ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ വേഷത്തിൻ്റെയോ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നില്ല. രാജ്യവിരുദ്ധർ ആരായാലും അവർ രാജ്യത്തിൻ്റെ വിരുദ്ധർ തന്നെ. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ എന്താ വന്നത്? ന്യൂനപക്ഷങ്ങൾ BJP-യുമായി അടുക്കുന്നു, ഭൂരിപക്ഷങ്ങളും BJP-യുമായി അടുക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലെ പൊളിറ്റിക്സിൽ എന്തുകൊണ്ട് രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു? കോൺഗ്രസും CPM കൂടെ ഒരുമിച്ച് പറഞ്ഞു BJP, RSS, NDA ന്യൂനപക്ഷങ്ങളുടെ വിരുദ്ധരാണ്. അപ്പോൾ BJP-യെ നേരിടാൻ കോൺഗ്രസിന് അന്ന് അതിനുള്ള ശക്തിയില്ല. അപ്പൊ എന്ത് ചെയ്തു? LDF. അല്ലാതെ കിറ്റൊന്നുമില്ല. പാർലമെന്റിൽ എന്തുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ ഇവിടുന്ന് കൂടുതൽ MP-മാർ വന്നു? ഈ കേന്ദ്രത്തിൽ BJP, CPM പോയിട്ട് കാര്യമില്ല, കോൺഗ്രസിന് വോട്ട് ചെയ്തു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ BJP-യുമായി അടുക്കുന്നു. അപ്പൊ ഭൂരിപക്ഷം എന്ത് ചെയ്തു? ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഭൂരിപക്ഷവും ഇടതിന് അകന്ന് BJP-യോട് സഹകരിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് അവർ ആഗോള സംഗമം നടത്തിയത്, അയ്യപ്പ സംഗമം നടത്തിയത്. എന്ത് വിചിത്രമായിരിക്കുന്നു. സുപ്രീം കോടതി വിധി പലതും വന്നിട്ടുണ്ട്. ഫുൾ ബെഞ്ച് സുപ്രീം കോടതി വിധി പോലും നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്, പുനഃപരിശോധിച്ചിട്ടുണ്ട്. ഒരു സുപ്രീം കോടതി വിധി വന്നു ശബരിമലയിലെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട്. എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറഞ്ഞില്ല? ഇവിടെ ഒരു പ്രത്യേകമായ ആരാധനയുണ്ട്,
അവർക്ക് അതിൻ്റെതായ വിശ്വാസങ്ങളുണ്ട്, അതിൻ്റെതായ പ്രമാണങ്ങളുണ്ട്. അവരോട് ചോദിച്ചിട്ട് ചെയ്യാൻ അവരുമായി ചർച്ച ചെയ്യാം. പക്ഷെ ഇപ്പൊ ആ നിലപാടിലേക്ക് വന്നു. ബിജെപിയുടെ അന്നത്തെ നിലപാടിലേക്ക് ഇന്ന് CPM എത്തി. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക എന്നുള്ളതല്ല CPM-ന്റെ ലക്ഷ്യം, അതുവഴി ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുക എന്നുള്ളത്. പിണറായി വിജയൻ ഒരു നവോത്ഥാന നായകനാകാനുള്ള താല്പര്യം കൂടി ഉണ്ടായിരുന്നു തോന്നുന്നു ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റതിന്റെ പിന്നിൽ. എനിക്ക് എന്താ പറയാ, ഏറ്റവും വലിയ തമാശയായിട്ട് അത് കാണുന്നത് ഈ നവോത്ഥാന നായകൻ എന്നൊക്കെ പറയുന്നതിന് ഒരു അർത്ഥവും അതെനിക്കൊന്ന് ബ്രിട്ടാസ് പറഞ്ഞു പറ്റിച്ചതാണെന്ന് തോന്നുന്നു. അല്ല, ബ്രിട്ടാസ് പറഞ്ഞു പറ്റിക്കുന്നല്ല, ബ്രിട്ടാസാണ് പറ്റിച്ചോണ്ടേ ഇരിക്കുന്നത്. പറഞ്ഞു പറ്റിച്ചല്ല, പറ്റിച്ചോണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരാളിനെ കുറെ ഏജ് കഴിയുമ്പോൾ കുറെ പിന്നെ മാനസികമായും ശാരീരികമായും മെന്റലി വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ വീണയും അതുപോലെ വീട്ടുകാരൊക്കെ പറയുന്ന എല്ലാ കാര്യത്തിലും പെട്ടുപോണത്. ഈ വയസ്സായ ആളുകൾക്ക് ചെറുമക്കളോട് ഭയങ്കര സ്നേഹവും. അപ്പൊ അത് ഈ ഭരണത്തിനെ ബാധിക്കുന്നുണ്ട്. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് എന്തായിരുന്നു? അതിനൊരു പവർഫുൾ ആയിരുന്നു. രാവിലെ 10 മണിക്ക് LDF കൂടിയാൽ നേതാക്കന്മാരുടെ ഡിസ്കഷൻ കഴിഞ്ഞ് ഓരോ വകുപ്പിന്റെയും മന്ത്രിമാരെ വിളിച്ചു പറ്റി ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയും. പിണറായി വിജയൻ. ഇപ്പോഴത്തെ ഗവൺമെന്റ് ആരാ? പിണറായി വിജയൻ. ഇപ്പോഴത്തെ ക്യാബിനറ്റ് ആരാ? പിണറായി വിജയൻ. ഏതെങ്കിലും ഒരു മന്ത്രി ധൈര്യമായിട്ടൊരു അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാ? പണ്ടത്തെ ഹെഡ് മാസ്റ്റർ മുമ്പിൽ കുട്ടികൾ കുറ്റം ചെയ്ത് നിൽക്കില്ലേ? അതേപോലെയാണ് മന്ത്രിമാര് പോയി നിൽക്കണം. അതെന്താ കാര്യം? അത് ജനാധിപത്യത്തെ നശിപ്പിച്ചുകൊണ്ട് ഏകാധിപത്യത്തിലേക്ക് പോയി. ഏകാധിപത്യത്തിന്റെ അവസാനം എന്താണ്? ദുരന്തം. അതെ, തീർച്ചയായും ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നതില്ല. കാര്യം ജനാധിപത്യ പാർട്ടികൾ എന്ന് പറയുന്ന എല്ലാ പാർട്ടികളും ചിഹ്ന ഭിന്നമായി. ഓരോ പാർട്ടികളും ജനതാദൾ, RJD എല്ലാം ചിഹ്ന ഭിന്നമായി. കോൺഗ്രസ് അദ്ദേഹം മാത്രം, കടന്നപ്പള്ളി മാത്രം. അതുകൊണ്ട് അദ്ദേഹം ഇവർക്ക് വിധേയനായി നിൽക്കുന്നു, സീറ്റ് കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, RJD എന്ന് പറയുന്ന ഒരു പാർട്ടി അതിലുണ്ടല്ലോ. ഇപ്പൊ എന്തു പറഞ്ഞാലും ശരി, ഗണേഷ് കുമാറിനെക്കാളും INL-നെക്കാളും ഇതിലുള്ള പല കക്ഷികളെക്കാളും പ്രവർത്തകരുള്ള ഒരു പാർട്ടിയാണ്. അതിന് മന്ത്രിസ്ഥാനം കൊടുത്തോ? ഇല്ല. അവർക്ക് എന്താ ഐഡന്റിറ്റി ഉണ്ടോ? ഇപ്പോ ഇല്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഇടതു മുന്നണിയിലെ ജനാധിപത്യം അവസാനിപ്പിക്കും. ജനാധിപത്യ പാർട്ടികൾ നശിക്കും. UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-നെ പണ്ട് എന്താ പറഞ്ഞതെന്നറിയാം? യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ. ഇപ്പൊ UDF-നെ പറയുന്നത് ഉഡായിപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഫ്രണ്ട് ആയിട്ട് മാറി. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളെ വീട്ടിലെ കുട്ടികളൊക്കെ തന്നെ പറയുന്നുണ്ട്, ഈ കുട്ടികൾ മറ്റേ എന്തൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തർക്കമൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നത് പോലെയാണ് കോൺഗ്രസിന്റെ അവസ്ഥ. സത്യം. എന്താണ് ഇത്? എന്നിട്ട് പിറ്റേ ദിവസം മൈക്ക് വാങ്ങിക്കുന്നു, KPCC പ്രസിഡന്റ് മൈക്ക് പിടിക്കുന്നു, പ്രതിപക്ഷ നേതാവ് തിരിച്ചു പിടിക്കുന്നു, എന്നിട്ട് KPCC സുധാകരൻ തെറി വിളിക്കുന്നു. കേട്ടില്ലേ? ഇത് ഏതാ നാട്? കേരളമാണോ ഇത്? ഈ മുന്നണി എങ്ങനെ ജനം വിശ്വസിക്കും? പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഈ ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും സ്വാധീനിച്ചുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ജനം തിരിച്ചറിയണം. ഞാൻ അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ വളരെ വ്യക്തമായി പറയുന്നു, കേരളത്തിൽ ഒരു ബദൽ രാഷ്ട്രീയം, ബദൽ മുന്നണി, മൂന്നാം ബദൽ എന്നുള്ള നിലയ്ക്ക് BJP വരേണ്ടതുണ്ട്. കുറച്ചുകൂടി ഒന്ന് സജീവമാകേണ്ടതുണ്ട്. കുറെ കൂടെ സജീവമാകേണ്ടതുണ്ട്. കാര്യം ഈ പ്രതീക്ഷ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ BJP-യുടെ സംസ്ഥാന നേതൃത്വം എടുത്തേക്കുന്ന ഒരു നിലപാട് വികസനം മാത്രം ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇടതു വലതു മുന്നണികൾ ചർച്ച ചെയ്യുന്നത് കുറച്ചുകൂടി രാഷ്ട്രീയമാണ്. കേരളം ഒരു പൊളിറ്റിക്കലി കുറച്ചുകൂടി ഒരു ഡോമിനേറ്റഡ് ആയ ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അവിടെ ഈ വികസന വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയും? അങ്ങനെയല്ലല്ലോ BJP-യുടെ അല്ലേ? BJP പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ നയം വികസനമാണ്. അത് തീർച്ചയായും അത് സംബന്ധിച്ചു. എന്നാൽ ഈ രണ്ട് മുന്നണി, പ്രത്യേകിച്ച് LDF-ന്റെ 10 വർഷത്തെ ഭരണം ഏത് മേഖലയെ പരിശോധിച്ചാലും അഴിമതിയും അതുപോലെ കാര്യസ്ഥതയും സ്വാർത്ഥതയും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത്. അത് ഞങ്ങൾ വ്യക്തമായി പറയുന്നു. ഈ വികസന വിരുദ്ധത അവസാനിപ്പിക്കുകയും അഴിമതി അവസാനിപ്പിക്കുകയും ചെയ്തതിനു ശേഷം ഒരു വികസനത്തിന്റെ പാത കൊണ്ടുവരികയാണ് BJP NDA ലക്ഷ്യം വെക്കുന്നത്. ഒരുപക്ഷെ അത് ജനം അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ രണ്ട് മുന്നണികളും വ്യത്യസ്തമായ പല കാര്യങ്ങളിലേക്കും പോകുന്നത്. കോമൺ ആയെന്ന് പരിശോധിച്ച് നോക്കാം. LDF പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന ഏത് കാര്യം നടപ്പിലാക്കി? ആദ്യം വരുമ്പോൾ അന്ന് ഞങ്ങളൊക്കെ LDF-ലാ,
പറഞ്ഞെന്താ, ഒരു വർഷം 5 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കും. അതെ. അപ്പൊ 10 വർഷമായപ്പോ എത്രയായി? 50 ലക്ഷം പേർക്ക് കൊടുത്തോ? ഇല്ല. കൊടുത്തു. ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ തൊഴിലിന്റെ ഇല്ല അങ്ങ് മാറ്റി. ബാക്കി എന്താ ഉള്ളത്? തൊഴിൽ. കേരളത്തിലെ കേരളത്തിൽ എത്ര ശതമാനം കുട്ടികൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു? എന്താ കാര്യം? ഉണ്ടെങ്കിൽ മയക്കുമരുന്ന്, കള്ളക്കടത്ത്, ഇതൊക്കെയാണ്. ഏതായത് കേരളം ഒരു വൃദ്ധസദനമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ കഴിവ്, നമ്മുടെ നാട്ടിലെ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെല്ലാം ഇവിടെ പഠിക്കാനോ ജീവിതത്തിനോ അല്ലെങ്കിൽ സുരക്ഷിതമോ ഇല്ലാത്തതുകൊണ്ട് ഇവരെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിൽ പോവുകയാണ്. പിന്നെ ഇവിടെ ആരാവും? വൃദ്ധന്മാർ മാത്രവും. മാത്രമല്ല, ഇവരവിടെ പോയിട്ട് അധികം പേരും അവിടുത്തെ കല്യാണം അവിടെ സെറ്റിൽ ആകുകയാണ്. എന്താ കാരണം എന്ന് ചിന്തിക്കണ്ടേ? ഇത് വരുന്നത് പൊട്ടന്മാരാണ്. LDF എന്നൊക്കെ പറഞ്ഞ പണ്ട് എന്താ, ഒരാൾക്കെതിരെ ആരോപണം ഉണ്ടായാൽ 24 മണിക്കൂറിനകത്ത് നടപടിയാണ്. ഇപ്പൊ എന്താന്നറിയാം, നടപടിയില്ല. അല്ല, ഇപ്പൊ അതല്ല, 24 മണിക്കൂറിനകം അഴിമതി പോലെ ചെയ്തില്ലെങ്കിൽ അവരെ പുറത്താക്കും. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടിയിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ CPIM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ്. അതിപ്പോ എന്തായി? CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മസിൽ മണി മാഫിയ. അതാണ് CPIM. കമ്മ്യൂണിസം മാറി കമ്മ്യൂണിസത്തിലേക്കായി. എവിടെയാണ് സ്ഥിതി? അപ്പൊ ഈ രണ്ട് മുന്നണി പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി സ്ഥാനം കഴിഞ്ഞ ഉടനെ നേരെ ആരെ കയ്യിലാണ് കൊടുത്തത്? ഇന്ദിരാഗാന്ധിയുടെ കയ്യിലാണ്. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയതോടുകൂടി ദേശീയ നേതാക്കളെല്ലാം ഒതുക്കി. എല്ലാ ദേശീയ നേതാക്കളും ഒതുക്കി. പിന്നെ ആർക്കെങ്കിലും പ്രസക്തി ഉണ്ടായോ? ഇല്ല. പിന്നെ നേരെ വന്ന് ഏകാധിപത്യ സ്വഭാവത്തിൽ. അതല്ല ഇന്ന് നടക്കുന്നത്. അതെ, CPM. ഞാൻ ചോദിക്കട്ടെ, ഗോവിന്ദ മാഷ ഭാര്യ മത്സരിക്കുകയല്ലേ ഇന്ന് കേരളത്തിൽ? കോൺഗ്രസിന്റെ 3 നേതാക്കളാണ് പ്രധാനമായിട്ടുള്ളത്. 3 പേരും മത്സരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ കുടുംബത്തിൽപ്പെടുന്ന അവര് 3 പേരും. ഒരു രാഷ്ട്രീയ നേതാവിന് അവർക്കെതിരെ ജനാധിപത്യ അഭിപ്രായം പറയാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ടാണ് ശശി തരൂരിന്റെ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ശശി തരൂരിനെ ഞാൻ എന്താ പിന്നെ പറയണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് അധികാരത്തിന്റെ ആർത്തിയുണ്ട്, കൂടുതലാണ്. പക്ഷെ അദ്ദേഹത്തിന് ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹം അവിടെ നിന്ന് വിടണം. അദ്ദേഹത്തിന് മറ്റേ പാർട്ടി പോകാൻ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തിന് ആയിരിക്കണമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അധികാര താല്പര്യമുണ്ട്. ഓരോ സമയത്ത് ഓരോ വ്യക്തിയെ നമ്മൾ പരിശോധിക്കുക, അതെല്ലാം അധികാര കേന്ദ്രീകരണമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പറയുമ്പോഴും ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ പവർഫുൾ ആയിരുന്നു. G സുധാകരനെ എന്ന് പറയുന്നത് എന്താ നമ്മൾ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി ചിന്തിക്കുന്ന ആ പ്രത്യയശാസ്ത്രത്തെ വിശ്വസിക്കുന്ന ഒരാൾക്കും അത് നിൽക്കാൻ കഴിയില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. ഈ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നേതാക്കളെ പോയിട്ടുകയും, ഞാൻ ഒന്ന് ആലോചിച്ച് നോക്ക്, പണ്ട് കാലങ്ങളിൽ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും എനിക്കറിയില്ല, ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് CPMന്റെ ഫ്ലെക്സ് അങ്ങനെയൊന്നും വെക്കത്തില്ല. ഈ പിണറായി വിജയന്റെ ഫ്ലെക്സ് വെച്ച പൈസ കേരളത്തിലെ ആദിവാസികളുടെ വികസനത്തിനും കേരളത്തിലെ സാധാരണക്കാരുടെ കാര്യങ്ങൾക്കും വേണ്ടി കൊടുത്താൽ എത്ര കോടി രൂപ വരും? ഇത്രയും PR ചെയ്യുന്ന ഒരാൾ വേറെ ഇല്ല, ആരുമില്ല. ഇപ്പൊ എന്താ പറയാ, എല്ലാം ശരിയാക്കി തരാം, മൊത്തം ശരിയാക്കി തന്നിരിക്കുകയല്ലേ. ഇത് എവിടെയാണ് ശരിയാക്കാൻ? ഇനിയൊരു സർക്കാർ വന്ന് അതിന് ചലിക്കാനുള്ള സാമ്പത്തിക അവസ്ഥ പോലും ഇല്ലാത്ത രീതിയിൽ നശിപ്പിച്ചിരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ അവസ്ഥയാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അഴിമതി ആരോപണം എന്തൊക്കെ മോശമാണ്. ഗണേഷ് കുമാർ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഗണേഷ് കുമാറിനെതിരെ ആരോപണം വന്നു, ഭാര്യ പൂട്ടി. ഭാര്യയെ പൂട്ടിയിട്ട് മറ്റേ ഞാൻ പറയുന്നില്ല, അവിടെ വന്ന ഒരു പോലീസുകാരൊക്കെ ചെയ്ത് കണ്ടില്ലേ? ഈ നട്ടലുള്ള ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഗണേഷ് കുമാറിനെ പുറത്താക്കി സംശയമല്ലോ ഉണ്ടോ? ഗണേഷ് കുമാറിനെ പുറത്താക്കാൻ കഴിയും. പിണറായി പേടിക്കുന്നുണ്ട്. കാര്യം എന്താ? പണ്ട് ഉമ്മൻചാണ്ടിയെ കൊടുക്കുന്നതിൽ പ്രധാന ആളല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട് എന്റെ സുഹൃത്തെ, വേദപുസ്തകങ്ങൾ പറയുന്നുണ്ട് ഒരു കാര്യം എന്താണെന്നറിയാം, ഈ കൊലപാതകയോ പിടിച്ചുവരും കാരണം ആരും ആയിക്കോട്ടെ സംഭവിക്കും, നന്ദികേട് കാണിക്കുന്നവന് മാപ്പ് കൊടുക്കരുത്.
അങ്ങനെയാണെങ്കിൽ ആരാണ് നന്ദികേട് കാണിക്കുന്നത് ഇപ്പോൾ മനസ്സിലായി അതെ അതെ അല്ലേ? അതെ. സ്വന്തം പിതാവ് പറയാണ് എന്റെ ഭാര്യയെ ഞാൻ സംശയിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥത്തിലേക്ക് എത്തിയ ഒരാൾ കേരളത്തിലെ മന്ത്രി എന്ന് പറഞ്ഞു. ബാലകൃഷ്ണപിള്ള സാറിനെ പോലുള്ള ഒരാളാണ് പറഞ്ഞത്. അതെ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനല്ലേ എന്റെ അർത്ഥം. അതെ, തീർച്ചയായും. ആദ്യത്തെ ഭാര്യയും രണ്ടാമത്തെ ഭാര്യയും ഒരേ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ച ഏക രാഷ്ട്രീയ നേതാവും. രണ്ടാമത്തെ ഭാര്യമാര് മാത്രമോ എന്തെല്ലാം മുന്നിൽ നമ്മുടെ അതുകൊണ്ട് അത് ഞാൻ പിന്നെ അൺപാർലമെന്ററി ആയതുകൊണ്ട് പറഞ്ഞില്ല. അത് വേണ്ട അല്ല, ഞാൻ പറയാണ്. അപ്പൊ ഈ ഗണേഷ് കുമാറിനെ ഭയക്കുന്നു അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തില്ല എന്ന് പറയുന്നതിന്റെ സാഹചര്യം താങ്കൾ പറഞ്ഞ പോലെ തന്നെയാണ്. അത് തന്നെയാണ് പോരാട്ടത്തിന്റെ അവസ്ഥയും. യഥാർത്ഥത്തിൽ ഈ ഇപ്പൊ കേരളത്തിലെ മന്ത്രിമാര് ഞാൻ മനസ്സിലാക്കുന്നതാണ്, പല മന്ത്രിമാരും മുഖ്യമന്ത്രിയോടല്ല വിഷയം സംസാരിക്കുന്നത്, മരുമകനായ മന്ത്രിയുടെ. ഈ വിഷയത്തിൽ ഗണേഷിന്റെ ഭാര്യ വിളിച്ചത് വീണയാണ്. അന്ന് ഞാൻ ചോദിച്ചിരുന്നു വീണ കേരളത്തിലെ DGP ആണോ. അപ്പോൾ തന്നെ പിന്നീടാണ് ആ ബിസിനസ് ഡീല് പുറത്തു വരുന്നത്. ആ ഡീലായിരിക്കും ഒരു പക്ഷേ വീണയെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, അതിന് മുമ്പൊക്കെ ഇവർക്കെതിരെ ആരോപണം വന്നപ്പോൾ ഇതെല്ലാം ഇവർ കേട്ടതല്ലേ? അല്ലേ? ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഉമ്മൻചാണ്ടി സാർ പഴയ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ കോൺഗ്രസുകാരും LDFും കൂടി ആയസറാതെ കൊന്നു. സത്യം സത്യം സത്യം, അതെനിക്കും അഭിപ്രായം. ഇത്രയും ലൈവായി നിന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തെ എന്തുമാത്രം അറ്റാക്ക് ചെയ്തു? കോൺഗ്രസിൽ ആരെങ്കിലും അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തു? ഇല്ല. സത്യത്തിൽ പുറമേ നിന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെടാത്ത മാധ്യമപ്രവർത്തകരെ ഞാൻ പോലും ഒന്ന് പറഞ്ഞിരുന്നു, ഈ ഒരു വിഷയത്തിൽ സരിത സോളാർ പരാതിക്കാരി പറഞ്ഞ വിഷയത്തിൽ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അദ്ദേഹം അങ്ങനെ ഒരാളല്ല, ഞാനത് വിശ്വസിക്കുന്നു. തിരിച്ചൊന്ന് ആലോചിച്ചോക്ക്, പിണറായി വിജയന്റെ കുടുംബത്തിന്റെ രാഷ്ട്രീയം വന്നപ്പോൾ ഉമ്മൻചാണ്ടി ഇവിടെ ഉണ്ടല്ലോ. അതെ, എന്തെങ്കിലും അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അതാണ് അദ്ദേഹത്തിന്റെ മാന്യത. മാത്രമല്ല അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവിന്റെ കാര്യവും മകളുടെ കൊച്ചുമകന്റെ കാര്യവും ഒക്കെ നിയമസഭയിൽ പറയുക, നിയമസഭാ രേഖകളിൽ വരിക, അത് പിന്നീട് നിയമസഭാ രേഖകൾ നീക്കം ചെയ്യുക. യഥാർത്ഥത്തിൽ ഇവര് രണ്ട് വിഭാഗം കൂടെ അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. കേട്ടോ, അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു. വലിയ മാനസിക സംഘർഷം അനുഭവിച്ചു. അതോടുകൂടി കോൺഗ്രസിൽ ഇപ്പൊ എന്തായി? പണ്ട് IA ഗ്രൂപ്പ് ആയിരുന്നു കോൺഗ്രസിന്, ഇപ്പൊ കോൺഗ്രസ് ഗ്രൂപ്പ് എന്താ IA കോൺഗ്രസ്. ഇപ്പൊ ജനം പറയുന്നത് IA കോൺഗ്രസ് ആയി. എന്താ കാര്യം? അങ്ങനെ ഒരു ലീഡർ ഇല്ല. ഇപ്പൊ കേരളത്തില് UDFിൽ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എത്ര? 7 പേര് 8 പേര്. മനസ്സിലായില്ലേ? ഒരാളെ നയിക്കാൻ തീരുമാനിക്കാൻ കഴിയാത്ത ഒരു പാർട്ടി. പക്ഷെ അതവർ കൃത്യമായി ചെയ്യുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം മുരളീധരന്റെ കാര്യം വന്നപ്പോ മുരളീധരൻ ക്യാബിനറ്റിൽ ഉണ്ടാകും, അതായത് മുഖ്യമന്ത്രി സ്ഥാനം ഒന്നും വേണ്ട, മന്ത്രിസ്ഥാനം തരും ജയിക്കുകയാണെങ്കിൽ എന്ന് പറയാതെ പറയായിരുന്നു. അതിന്റെ അർത്ഥം മനസ്സിലായ? അതിന്റെ അർത്ഥമുണ്ട്, മുഖ്യമന്ത്രി തുനിയുണ്ടാകും. ഒരു സംശയം വേണ്ട. കേരളത്തിൽ ഇവരെ രണ്ടുപേരെ അടുപ്പിക്കുന്നവരാ? ഈ VD സതീശനും രമേശ് തമ്മിലുള്ള സ്പർദ്ധയും അത് പോരാട്ടവും നടത്തുന്നവരാ? അങ്ങ് ഡൽഹി രാജകുമാരനാണ്, ദില്ലി ബാല രാജകുമാരൻ. ആരാണ്? വേണുഗോപാല്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇന്നലെ മുരളീധരൻ പ്രഖ്യാപിച്ച എന്താ കാര്യം? മുരളീധരൻ UDF വന്നാൽ മുഖ്യമന്ത്രി ഞാൻ, താങ്കൾ മന്ത്രിയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതാണ് UDFിന്റെ പൊളിറ്റിക്സ്. ഇവർ 2 പേരും അല്ല 3 പേരോ 6 പേരോ ഒന്നും അടിച്ചിട്ട് പോലെ കാര്യം. ഈ മറ്റേ മലപ്പൊടിക്കാരുടെ സ്വപ്നം പോലെയാണ് എന്നുള്ളത് വേറെ സത്യം. ഷാഫി തള്ളി നോക്കിയത് നടന്നില്ല. ആരാ? ഷാഫി. ഷാഫിയൊക്കെ ഞാൻ വേറെ ആരും വിമർശിക്കുന്നതല്ല. ഷാഫിയെ പോലെ ഒരാളൊക്കെ കേരളത്തിന്റെ ജാതി സമൂഹം ഷാഫിക്ക് അനുകൂലമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞാനത് പറയാമോ എന്ന് എനിക്കറിയില്ല. 2 മുന്നണികളിലും ജാതിയുടെയും ചില മതത്തിന്റെയും വ്യത്യസ്തമായ ചില കാര്യങ്ങളുണ്ട്. അത് LDFിലുള്ള ആളുകളായാലും നിങ്ങളുടെ റിയാസ് ഉൾപ്പെടെ ഉണ്ട്. അതൊരു സത്യമാണ്, അതൊരു സത്യമാണ്. അത് മനസ്സിലാക്കണം കേരള സമൂഹം. ഇവിടെ നമുക്ക് ഞാൻ പല പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എൻ്റെ പേര് സന്തോഷ് എന്നാണ്, ഞാനൊരു ഹിന്ദു ആചാരനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് ഹിന്ദു അല്ല, ഞാൻ 3 മതത്തെ ഒരുപോലെ കാണുന്നു. എൻ്റെ കാറിലായാലും എൻ്റെ വീട്ടിലായാലും പ്രാർത്ഥനയിലായാലും ഞാൻ അങ്ങനെ കാണുന്നു. മത അഭിപ്രായമാണെന്നും മത സംസ്കാരമാണെന്നും. എനിക്ക് നാളെ പൊന്നാനിപ്പോ സുന്നത്ത് നടത്തി 5 നേരം നമസ്കരിച്ച എൻ്റെ പേര് അബൂബക്കറായില്ലേ? ചർച്ചിൽ പോയി കുർബാന നടത്തി എൻ്റെ പേര് ക്രിസ്തുവാസായില്ലേ? നിഷേധിക്കാൻ പറ്റുമോ? അപ്പൊ മതത്തെ കാരൽ മാർക്സ് പറഞ്ഞു, മതം അധികാരത്തിന് വേണ്ടിയുള്ള കറുപ്പാണെന്ന്, ലഹരിയാണെന്ന്. എന്നാൽ CPM കോൺഗ്രസും ഇപ്പൊ എന്താ ചെയ്യാ? മത അധികാരത്തിന് വേണ്ടിയുള്ള കുറുക്കു അത്ര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മതം സംസ്കാരത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണെന്ന് ചിന്തിക്കുന്ന ഒരു പൊളിറ്റിക്സ് ആണ് BJP പറയുന്നത്. പിന്നെ പലപ്പോഴും പറയാറുണ്ട്, അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്നറിയാം, BJP സവർണന്റെ പാർട്ടിയാണ്.
ഞാനൊരു സവർണനെ ഇവിടെ കാണുന്നില്ല, വളരെ കുറച്ച് സവർണന്മാരാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ? അതെ, ആദിവാസി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? OBC. അതെ, എവിടെയാണ് സവർണൻ? എവിടെ ഇരിക്കുന്നു? ഈ സംസ്ഥാന ഞാനത് പലരെയും കൺവിൻസ് ചെയ്തിട്ടുണ്ട്. BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിൽ നോക്കിയായിരുന്നു ഈ സവർണൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് സംസ്ഥാന നേതൃത്വം. പലരുടെയും ജാതി അറിയുന്നില്ല, വെളുത്തിരിക്കുന്നതുകൊണ്ട് പക്ഷെ അങ്ങനെ തോന്നുന്നതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക അങ്ങനെയൊന്നും ഇല്ല. BJP-ക്ക് ഒരു പൊളിറ്റിക്കൽ ലൈൻ ഉണ്ട്. ആ ലൈൻ എന്ന് പറയുന്നതിൽ മതപരമായ ഒരു ഇതുണ്ട്. ഒരു കമ്മ്യൂണിറ്റിയെയും അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുക അതില്ല, എല്ലാവർക്കും തുല്യതയാണ്. ഇപ്പൊ തന്നെ മുസ്ലിം, ഞങ്ങൾ LDF-ലേക്ക് വരുമ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുണ്ട്, പത്മനാഭൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഉൾപ്പെടെ ഇപ്പൊ ഈ മുസ്ലിം ഔട്ട്റീച്ചില് ഏകദേശം 500 ആളുകൾ അവർ ചേർത്ത്. ഞങ്ങള് ചില സ്ഥലത്ത് നിന്ന് മുസ്ലിങ്ങളൊക്കെ ചെല്ലുമ്പോൾ, കാര്യം ഞാനൊരു മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ജീവിച്ച ഒരാളാണ്. ഞാൻ നോയമ്പ് പിടിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ മതപ്രസംഗം കേൾക്കാൻ പോകുമായിരുന്നു. അവിടെ നബിദിനം പെരുന്നാളൊക്കെ വരുമ്പോൾ ഞാൻ വീടുകളിൽ ആഹാരം കഴിക്കും. ഇപ്പോഴും പോകാറുണ്ട്. ഞാൻ BJP വന്നിട്ട് വളരെ അപൂർവ ആളുകളെ നിങ്ങൾ BJP പോയി ശരിയായില്ല എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുള്ളൂ. ഞാൻ പലരോട് സംസാരിക്കാറുമ്പോൾ അവർ പറയുന്നുണ്ട് വികസനമാണ്. നമുക്കറിയാമല്ലോ കാശ്മീർ 67% മുസ്ലിങ്ങളുണ്ട്. അവിടെ 28 MLA-മാരുണ്ട് BJP. ആദിവാസി ഏതല്ല. അത് കേരളത്തിൽ മാറണം. എന്റെ അഭിപ്രായത്തില് നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്നു എന്നൊക്കെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടെ അങ്ങനെ ഒരു ബോധ്യം വരണം. ഈ രണ്ട് മുന്നണികളും ഈ ന്യൂനപക്ഷങ്ങളെ എന്ത് ചെയ്യുന്നത് പറ്റിക്കുകയാണ്. വേറൊരു കാര്യം പറയാം. ഇന്ത്യയിലെ ഓരോ കാര്യങ്ങൾ പരിശോധിച്ച് കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾക്കോ ദളിതുകൾക്കോ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ലോക മുസ്ലിം ജനതയുടെ അന്ത്യപ്രവാചകൻ ആദരവായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയുടെ ജന്മദിന ദേശീയ അവധി പ്രഖ്യാപിച്ചത് ജനതാദളും BJP ഭരിക്കുമ്പോഴാണ് ആണല്ലോ. ഇന്നലെ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് മൊറാർജി ദേശായി കൊണ്ടുവന്ന ഒരു അന്വേഷണ കമ്മീഷൻ, മണ്ഡൽ കമ്മീഷൻ, സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമൂഹിക സംവരണം കൊടുക്കണം. നടപ്പിലാക്കിയതാരാ? ഞങ്ങൾ BJP ഇന്ത്യ ഭരിക്കുമ്പോഴാണ്, ജനതാദൾ BJP. ഒരു മുസൽമാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കിയതാരാ? ഞങ്ങൾ ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോഴാണ്. ഒരു ദളിതൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞാരാ? ഞങ്ങൾ പറഞ്ഞ ഹില്ലിനെ സ്ഥാനാർത്ഥിയാക്കി ഉപരാഷ്ട്രപതിയെങ്കിലാണ് അങ്ങനെ കയറുന്നാരാണായത്. അപ്പൊ കോൺഗ്രസ് എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. ഇന്ത്യയുടെ പൊതുവായ വികസനങ്ങൾ കോൺഗ്രസ് ഇതര ഗവൺമെന്റുകൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എന്താ ചെയ്യണം? കോൺഗ്രസ് എന്താ ചെയ്ത്? ഓരോ സംസ്ഥാനത്തിലുള്ള ജാതി മത ആളുകളെ കൂട്ടി നിർത്തിയിട്ട് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും. അവിടെ അങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കും, കുറെ ആളുകൾ അവരെയും മന്ത്രിയാക്കും. ഇപ്പൊ BJP ചെയ്യുന്ന അതല്ല. ആ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അവകാശങ്ങൾ എന്താണ്? അത് അവരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായി ഒരു BJP നിൽക്കുന്നു. കേരളത്തിൽ എന്തുകൊണ്ടില്ലാത്തെന്ന് വെച്ചാൽ കേരളത്തിൽ അതിന്റെ പ്രധാന കാരണം ഒന്ന് മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗാണ്. ഇപ്പൊ മലബാർ ഏരിയയിൽ നമുക്കറിയാലോ. പക്ഷെ ആ മുസ്ലിങ്ങൾ ഇത് മനസ്സിലാക്കണം. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കണം. കേരളം നിലനിൽക്കണം, കേരളം വികസിക്കണം. കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന നാട് ഇപ്പൊ അതല്ലാതായല്ലോ, മാഫിയാണ് നാട്. അത് മാറണം. അതുകൊണ്ട് കേരളത്തിലെ ഈ ന്യൂനപക്ഷ സഹോദരങ്ങൾ NDA-യുമായി സഹകരിക്കണം. ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ ഈ ചർച്ചയിലൂടെ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം എങ്കിൽ മാത്രമേ വികസനം മറ്റും വരത്തുള്ളൂ. കേന്ദ്രീകൃതമായ അധികാരമല്ല നമുക്ക് വേണ്ടത്. ഇപ്പൊ തന്നെ മതി തിരുവനന്തപുരം ഒന്ന് പരിശോധിക്കും. തിരുവനന്തപുരത്ത് പുതിയ മേയർ വന്നു, BV രാജേഷ്. എന്തൊരു വ്യത്യാസമാണ് ജനങ്ങൾ ഇപ്പൊ പറയുന്നത്. രാജേഷിനെ കുറിച്ച് BJP അല്ലെങ്കിൽ ഇതിന്റെ ഭരണാധികാരികളെ കുറിച്ച് എന്ത് വലിയ അഭിപ്രായം പറയുന്നത്? അതേ സംവിധാനം കേരളത്തിൽ ഉണ്ടായല്ലോ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് തിരിച്ചറിയേണ്ടത് ഭൂരിപക്ഷങ്ങളും ന്യൂനപക്ഷങ്ങളുമാണ്. എന്തായാലും ഒരു വലിയൊരു മാറ്റം കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട്. വരുന്ന സമയങ്ങളിലും ജനകീയ വിഷയങ്ങളുമായി ജനാധിപത്യ സംവിധാനത്തിൽ BJP കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായക ശക്തിയായി മാറാനുള്ള എല്ലാ സംവിധാനവും NDA മുന്നണിക്കുണ്ട് എന്നാണ് BJP സംസ്ഥാന വക്താവ് പാലോട് സന്തോഷ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത്.